ഞാൻ പറഞ്ഞത് കേൾക്കണുണ്ടോ? എന്റെ ചെവി പൊട്ടിയിട്ടില്ലല്ലോ, എനിക്ക് കേൾക്കാം, നീ പറ. പ്രതികരിക്കണ്ടേ? നമ്മൾ കേൾക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ശരി അല്ലെങ്കിൽ അല്ല എന്ന് പറയണ്ടേ? എന്തെങ്കിലും പറയുമ്പോൾ മുടി പിടിച്ചോണ്ടിരിക്കാനല്ലേ പറഞ്ഞത്? അതെ, ഞാൻ കണ്ണി കൂടിയല്ല കേൾക്കുന്നത്, ചെവി കൂടിയാണ്. പോലീസുകാരൻ അത് അറിയില്ലെങ്കിൽ അത് ആദ്യം പഠിച്ചിട്ടോ. നീ ചെവി കൂടെ കേട്ടായിരുന്ന? ആ കേട്ട്. എനിക്ക് വായി കൂടെ പറയണം. എന്തു ഏട്ടാ ഞങ്ങളുടെ അത് അവരുടെ കൂടെയാണ്? ആരുടെ കൂടെ എന്നുള്ളതല്ല, നമുക്ക് നമ്മുടെ വീടിന് നമ്മുടെ ഒരു സംസ്കാരമൊക്കെ രീതികളൊക്കെ ഉണ്ട്. ആളുകൾ എല്ലാവരും പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. എല്ലാത്തിനും മറുപടി പറയുന്നിടത്തല്ല വലിയ കാര്യം, പറയേണ്ടടുത്ത് പറയണ ആൾക്കാർ. നമുക്കൊരു സ്റ്റാൻഡേർഡ് നമ്മുടെ അച്ഛനും ഉണ്ടാക്കി വെച്ചൊരു പേരുണ്ട് ഇല്ലേ? ആ പേരൊന്നും ഞങ്ങൾ ഒരു സ്ഥലത്തും കളഞ്ഞു വിളിച്ചിട്ടില്ല. ഇവനാണ് അച്ഛന്റെ പേര് കളയാൻ ജനിച്ചേക്കണം. ഇവൻ ആരെന്ത് പറഞ്ഞാലും ഉപദേശിക്കാൻ നിൽക്കുന്നവൻ. നീ എന്തറിഞ്ഞിട്ടാ? ഇപ്പൊ അവർക്ക് എന്താ ഒരു കുഴപ്പമില്ല, അവർക്ക് എന്താ വേണ്ടത്? ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഞാൻ ഇതിന്റെ ലാഭവിഹിതം, കുടുംബശ്രീയുടെ ലാഭവിഹിതം എടുത്ത് നിന്റെ ഭാര്യക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അതിന്റെ കണക്ക് കാണിക്കാൻ. നീ കണക്ക് കാണിച്ചില്ലെങ്കിൽ എല്ലാ അവൾമാരും കൂടെ പിരിഞ്ഞു പോകും. പോട്ടെ. അത് പറയുമ്പോ ഞാൻ മറുപടി പറയണ്ടേ? മറുപടി പറയേണ്ട രീതി പറയണ്ടേടി. ചുമ്മാ ചാടിക്കയറി അവര് പറയുന്ന രീതിയിലല്ലോ പറയേണ്ടത്. അയ്യോ, അവരോടൊന്നും അങ്ങനെ ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി നല്ല കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, അതിലൊരു തെറ്റുമില്ല. ഇത് പണ്ടെങ്ങാണ്ട് ഉണ്ടായിരുന്ന കണക്ക് ഇപ്പൊ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെ നിന്ന് എടുത്ത് കാണിക്കാനാ? അപ്പൊ ഞാൻ കുറച്ച് ചൂടാവും. അല്ലെങ്കിൽ അത് അന്ന് ചോദിക്കണമായിരുന്നു. ഒന്നുമല്ലല്ലോ, ഇതൊരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നതല്ലേ. അപ്പൊ ഒരാൾ എപ്പോ ചോദിച്ചാലും പറയാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. അതാണ് സംഘടനാ പാഠവത്വം. എന്റെ ഏട്ടാ കണക്കൊക്കെ കൃത്യമായിട്ടുണ്ട്. എടി, ഇവന് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. എന്റെ കനക, ഇവർക്ക് ഇപ്പൊ കണക്കല്ല ശരിക്കും വേണ്ടത്. അതായത് ഇപ്പം ഈ കുടുംബശ്രീ വന്നപ്പോൾ പാർട്ടിക്കാരുടെ ഇടയിലും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരുടെ ഇടയിലൊക്കെ ഞങ്ങളെ രണ്ടുപേരും ഇച്ചിരി സംഭവമാണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഈ പറയുന്ന ഓമനാന്ന് പറഞ്ഞവർക്ക് സഹിക്കും. നീ മുഖം കുറിക്കൊന്നും വേണ്ട. ഇത്രയും നാളെ നീ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയല്ലോ. ആരെങ്കിലും എന്തിനെങ്കിലും വന്നിട്ടുണ്ടോ? ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ഈ ഓമനാന്ന് പറഞ്ഞവർക്ക് ഇപ്പൊ പതിയെ ഒരു ക്രിമിനേടി തുടങ്ങിയിട്ടുണ്ട്. തിരിക്കാനുള്ള ഏതോ പരിപാടിയാണ്. അതല്ലേ, എങ്ങനെയെങ്കിലും ഞങ്ങളെ രണ്ടുപേരെ ഇതിന്ന് പുറത്താക്കണം. ഞങ്ങൾ സമ്മതിക്കുവോ? അതെന്തായാലും നടക്കൂല. ചില പ്രസ്ഥാനങ്ങൾ ചോര നീരാക്കി നമ്മൾ ഉണ്ടാക്കൂന്ന് പറഞ്ഞില്ലേ, അതുപോലെ വളർത്തിക്കൊണ്ട് വന്ന ഞങ്ങൾ ഈ കുടുംബശ്രീ. മനസ്സിലായോ? ഒരു മിനിറ്റ്സ് എഴുതാൻ പറഞ്ഞാൽ ആരുമില്ല, ഒന്ന് ബാങ്കിൽ പോകാൻ പറഞ്ഞാൽ ആരുമില്ല. രണ്ടുപേരും കൂടെ പോണം. എന്നിട്ട് ഞങ്ങളെ പുറത്താക്കണമെന്ന് പോയി പണിയൊക്കെ അവിടെ കൂടെ വരട്ടെ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ ആരൊക്കെ ഉണ്ട് നിന്റെ കൂടെ? എന്റെ കൂടെ സത്യത്തിൽ ഇപ്പൊ ആരും ഇല്ല. ഇവളുണ്ടായിരുന്നെങ്കിലും മതിയായിരുന്നു, അല്ലെങ്കിൽ സുലിച്ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം അല്ലെങ്കിൽ ഞാൻ പോവത്തില്ലായിരുന്നു ചേച്ചി. അതാണ് ഇപ്പൊ എനിക്ക് ആകെ ഒരു വിഷമം. തോറ്റുപോകൂലേ? അങ്ങനെയൊന്നും ഇല്ല, ഒറ്റക്ക് നിന്നാലും ചേച്ചി പൊരുതും. തോറ്റ്. ഇതാണ് നീ പറഞ്ഞത്. നീ കുടുംബത്തിന്റെ പേര് കളയും. ഞാൻ മരിച്ചു വീണാലും ഉണ്ടല്ലോ, ഞാൻ 4 വർത്താനം പറഞ്ഞിട്ടേ വീഴുള്ളൂ. ഇവിടെ അതാകുമ്പോ നമ്മുടെ വീടാകുമ്പോ എനിക്ക് ആ ഒരു ഇത് തോന്നൂല. ഞാൻ ചോദിക്കുന്നത്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഒരു പോലീസുകാരന്റെ പെങ്ങളാണ്. അതൊരു മര്യാദ വേണം. ഒരു കേസൊക്കെ ആയി കഴിഞ്ഞാൽ നാണക്കേട്. എനിക്ക് അവിടെ പോയിട്ട് പോലീസുകാരന്റെ പെങ്ങളെക്കാൾ അപ്പുറം ഞാൻ കാണുന്നത് എന്റെ അച്ഛന്റെ മോളാ. ഞാൻ അച്ഛനോട് ഒരാളൊരു കാര്യം പറഞ്ഞിട്ടില്ല, അവിടെ നിന്ന് അച്ഛൻ അതിന്റെ ശരി തെറ്റ് കണക്ക് പറഞ്ഞിട്ട് അച്ഛനോട് പോലുള്ളൂ. ചാടി തോളി കയറല്ല ചെയ്യണത്. കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ആലോചിക്കണേ, എന്റെ പോക്ക് ഞാനൊന്ന് മാറ്റി വെച്ചാലോ? നീ കൃത്യസമയത്ത് ഇവിടെ നിന്ന് പോവാൻ നിന്നോട് ആര് പറഞ്ഞു? നീയും കൂടെ ഇവിടെ നിന്നിട്ട് കൊളാക്കാൻ നിൽക്കണ്ട. അവക്കറിയാൻ നോക്കാനായിട്ട് അവരെന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂല. ഞാൻ അവസാനം വരെ അങ്ങനെയാണ് വേണ്ടത്. ചേച്ചി അല്ലെങ്കിൽ ആ സമയത്ത് എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി. സ്പീക്കറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോ. നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. പോ.